ഇവിടെ തിമോത്തിയോസിനോട് പറയുന്നത് നിന്റെ അകത്തുള്ള നിർവ്യാജ വിശ്വാസം. അടുത്ത വാക്യം 2 അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചു. 2 തിമോത്തിയോസ് 1:5. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കണ്ടോ, ആ വിശ്വാസം ഞാൻ കണ്ടതാണ്. ആരിൽ കണ്ടതാ? ആ വിശ്വാസം നിന്റെ വലിയമ്മ അതെ ലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഞാൻ കണ്ടിരിക്കുകയാണ്. അപ്പൊ പൗലോസ് തന്റെ ഭവനത്തെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. തന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുകയാണ്, നിന്റെ ആ വലിയമ്മ ലോവീസിൽ ഞാൻ ആ വിശ്വാസം കണ്ടിരിക്കുകയാണ്, നിന്റെ അമ്മ യുനീക്കയിൽ ഞാൻ ആ വിശ്വാസം കണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ വിശ്വാസം നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറയ്ക്കുന്നു. ഇന്ന് പകൽ ആത്മാവ് ചിലരോട് വിരൽ ചൂണ്ടി പറയുകയാണ്, നിങ്ങളുടെ അകത്തൊരു നിർവ്യാജ വിശ്വാസമുണ്ട്. ആ വിശ്വാസം തലമുറകളിലേക്കൊന്ന് കൈമാറട്ടെ. ആ വിശ്വാസം അടുത്ത ജനറേഷനിലേക്ക് കൈമാറട്ടെ. ഇന്ന് പകൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ ഹൃദയത്തിനകത്ത് ഒരു നിർവ്യാജ വിശ്വാസത്തെ ഇടിച്ചു കയറ്റാൻ ഒരു ദൈവശക്തി. ആ വിശ്വാസത്തിനകത്തൊരു ശക്തിയുണ്ട് കേട്ടോ. അതൊരു സാധാരണ കാര്യമല്ല. വിശ്വാസം ഒരു പകർച്ചയായി വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഒരു പകർച്ചയായി വെളിപ്പെടണം. നമ്മുടെ അകത്ത് കിടക്കുന്ന നിർവ്യാജ വിശ്വാസം ശ്രദ്ധിച്ചേ. ഒരു തലമുറ വിശ്വാസത്തിൽ പിടിച്ചു നിന്നതുകൊണ്ട്, ഒരു തലമുറ വിശ്വാസത്തിൽ നിലനിന്നതുകൊണ്ട് അവർ ദൈവത്തിൽ പ്രയോജനപ്പെട്ടു. അവർ തകർന്നു പോകാതെ, വീണു പോകാതെ, നശിച്ചു പോകാതെ നിന്നു. എന്നാൽ അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോൾ അതേ സ്തോത്രം, അവർ വിശ്വാസത്തിൽ പലരും കുലുങ്ങിപ്പോയി. സാഹചര്യങ്ങൾ മാറി, സ്തോത്രം, അവരുടെ പരിതസ്ഥിതികൾ മാറി, ജീവിതത്തിന്റെ പല അനുഭവങ്ങൾ വ്യത്യാസം വന്നു. പണ്ടത്തെ പോലെ വലിയ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് വിശ്വാസത്തിനകത്ത് ചലഞ്ചസ് ആണ്. വിശ്വസിച്ചില്ലേലും കുഴപ്പമില്ല എന്നൊരു സാഹചര്യത്തിൽ കാലഘട്ടം എത്തി. ആമേൻ. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മൾ കാണുന്നത് വിശ്വാസ സംബന്ധമായുള്ള തർക്കങ്ങളാണ്, അത് സംബന്ധമായ ഡിബേറ്റുകളാണ്. അപ്പൊ തലമുറകൾ അത് ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവരുടെ ഹൃദയത്തിനകത്ത് ഓൾറെഡി ഒരു ചിന്ത വന്നിട്ടുണ്ട്, ദൈവം ഉണ്ടോ ഇല്ലയോ. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമ്മുടെ തലമുറകളെ, അടുത്ത ജനറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പേഴ്സണലി ഒന്ന് പഠിച്ചാൽ മനസ്സിലാകും ദൈവം ഉണ്ടോ എന്ന് സംശയമാ. ദൈവം എന്തെന്ന് പോലും പലർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു സിസ്റ്റം അവർക്ക് പിടികിട്ടുന്നില്ല. കാര്യം, മറ്റ് കാര്യങ്ങൾ, ഇന്നത്തെ സകല ടെക്നോളജികൾ അവരെ സ്വാധീനിക്കുമ്പോൾ ഈ ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. പിന്നെ അവർ പ്രാർത്ഥിക്കും, ആരാധിക്കുകയും ചെയ്യും, കൂടെ വന്നിരിക്കും. പക്ഷെ അതിനകത്ത് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ചിന്തകളെല്ലാം മറ്റു മണ്ഡലങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. എന്നാൽ ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് ഞാനൊരു ചലഞ്ച് തരികയാ. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വിശ്വാസം അടുത്ത ജനറേഷനിലേക്ക് ഒന്ന് ഇൻജക്ട് ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയാം ചിലർക്കെങ്കിലും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നുണ്ട്. അതെ, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, അവർ ആരാധനയ്ക്ക് വന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയുടെ ഹൃദയത്തിൽ വിശ്വാസമില്ല. ആമേൻ.